എന്താണ് ഈ ഇരുട്ടത്ത് ആയുറോയ ന്യൂസിന് കാര്യമെന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വരുന്നത്. പ്രിയമുള്ളവരെ, ആയുറോയ ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോൾ ചെറിയ വെളുന്നല്ലൂർ പെരപ്പയം പോരേടം റോഡിലാണുള്ളത്. ഇന്നലെ രാത്രി ഒരു 8-8:30 മണിയായപ്പോൾ ഒരു ഫാമിലി സഞ്ചരിച്ചിരുന്ന വാഹനം ഇതുവഴി ഒരു വലിയ കുഴിയിൽ വീണ് അതിൻ്റെ ബോൾട്ട് ഇളവുകയും അവരത് കണ്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. സ്പീഡ് കുറച്ചാണ് വണ്ടി വന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 100 മീറ്റർ മാറി ഈ വാഹനത്തിൻ്റെ ബോൾട്ട് ഇളകി താഴെ വീണ് ഇതിൻ്റെ ടയറ് ഈ വാഹനത്തിൻ്റെ മൽഗാർഡിൽ തട്ടി നിന്നതുകൊണ്ട് മാത്രം ഈ വാഹനം മറിഞ്ഞ് അപകടം ഉണ്ടായില്ല. അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറയാനും ഒക്കെ നിരവധി ആളുകളുണ്ടാകും. പക്ഷേ ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഉണ്ടാകുമായിരുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് അമ്പലംകുന്ന് മുതൽ ഈ പെരപ്പയം പോരേടം വരെയുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഇതുവരെയും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരായ ആളുകളൊക്കെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നിൽക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതല്ല, ഇന്ന് അപ്പുറം ശരിയാകും. റോഡ് നന്നാക്കണമെങ്കിൽ ഇനി വരുന്ന നിയമസഭാ ഇലക്ഷന് ഈ പ്രദേശത്തുള്ള ഒരൊറ്റ മനുഷ്യർ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുക. ഒരു മനുഷ്യനെ രാഷ്ട്രീയക്കാരെ ഈ പ്രദേശത്ത് കയറ്റാതിരിക്കുക. നമുക്ക് ഈ റോഡ് നേരാക്കി എടുക്കാം. അതാണ് അതിൻ്റെ അത് കൊള്ളാം. ഈ റോഡ് ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് പോരാടത്ത് വരുന്നോണ്ട് ഇങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഇതിനെ പോകുന്നത് ഈ വണ്ടി ചാടി ചാടിയൊക്കെ പോകും. 16 മീറ്ററുള്ള റോഡ് റീടാറിങ് ചെയ്യുന്നതിന് മേളിൽ കൂടെ ടാർ ചെയ്യുന്നത് അതിന് പണമുണ്ട്. ഈ റോഡ് ഇങ്ങനെ ചെയ്യാൻ പണമില്ല. ജനങ്ങൾ പറയണം, ജനങ്ങൾ പറയണം, ഞങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. ഈ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രം അറിയുന്നുണ്ട് ഈ റോഡ് ഉണ്ടാക്കുന്ന ടാക്സിന് മാത്രം. നമ്മൾ കൈയിട്ട് വരാൻ പഠിക്കാത്തത് നമ്മളെ ഏൽപ്പിക്കാത്തത്. കൈയിട്ട് വരാൻ പഠിക്കുന്നവർക്ക് എന്തിനാ പറഞ്ഞത്? നമ്മള് 3-4 പേര് വിചാരിച്ചല്ലേ നടക്കുന്ന കാര്യമല്ലല്ലോ. ലക്ഷം വരുമ്പോ എല്ലാരും പോയി കുത്തി കൊടുക്കുന്നതല്ലേ, അനുഭവിക്കട്ടെ എല്ലാരും. നല്ലാതെ കഴിയില്ല. കൊടി കാണുമ്പോ പോയാലും കുത്തി കൊടുക്കും. ഈ കൊടിയെല്ലാം വലിച്ചു പറഞ്ഞ് താഴെ തോട്ടി എറിയണം. ആള് വരും, ആള് വന്ന് ശരിയാണ്. അതെ അങ്ങ് ആയിരുന്നു, അതായിരുന്നു നല്ലത്. വണ്ടി ഇവിടെ നിൽക്കാം. വണ്ടി ടയർ മറിഞ്ഞ് റോഡിൽ എന്ത് സംഭവിച്ചാലും വോട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. റോഡൊന്നും അവർക്കൊരു വിഷയമല്ല. റോഡൊന്നും വിഷയമല്ല, അവർക്ക് വോട്ടാണ് വിഷയം. ജനങ്ങളെ പണം പേടിക്കുക, കൈയിട്ട് പോലെ ചണ്ണുക, അത്രയേ ഉള്ളൂ. അതാ റോഡ് നന്നാക്കണമെന്നോ നാട് നന്നാക്കണമെന്നോ ഇവർക്ക് ആർക്കും ഒരു താല്പര്യമില്ല. അവർക്ക് അനാവശ്യമില്ല, കാരണം അവർ ഈ വഴിക്ക് വരുന്നില്ലല്ലോ. ഇതിപ്പോ ഇളക്കിയൊന്നും വെക്കാൻ പറ്റില്ല. മോശപ്പെട്ട റോഡ് ഈ കേരളത്തിൽ കാണത്തില്ല, വേറെ എങ്ങുമില്ല. എന്നിട്ട് കുറെ പറയുന്നത് ടൂറിസം ഉണ്ടാക്കാൻ പോകണമെന്ന്, തൊലിക്കാൻ പോകണമെന്നും പറഞ്ഞു നടക്കുന്നമാര് എല്ലായിടത്തും കൂടെ പിന്നെ ചൂലിനെ അറിഞ്ഞ് ഓടിക്കണമെന്ന്. കള്ളന്മാര് ഇങ്ങനെ 2 വർഷം 3 വർഷം കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ നടക്കുന്നു. ഒരുത്തരും തിരിഞ്ഞു നോക്കാനില്ല. ഇലക്ഷൻ വരുമ്പോൾ കൊടി കൊണ്ട് ഇനി ഒരു വോട്ടുണ്ടാക്കായി, കക്കാരം ഓടിക്കാൻ കയറിയിരിക്കാൻ. ഇവിടെ നാട്ടുകാരെ പുറത്ത് ഈ റോഡെ പോകാൻ അനുവദിക്കരുത്. അടച്ചാണ് ഞങ്ങൾ നിന്നിട്ട്. ഇതാണ് ഈ നാട്ടുകാരുടെ പ്രതികരണം. വല്ലാതെ
ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് ഇവരൊക്കെ ശോഭിക്കുന്നത്. ഒരാളിന് വോട്ട് കൊടുക്കരുത്, ഈ വോട്ട് പിടിക്കാനായിട്ട് വരുന്ന ആളുകൾ ആട്ടി ഓടിക്കണമെന്നൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അത്രയും ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ദുരന്തമായ റോഡ് ഈ നാട്ടിലുമില്ല, ഈ പ്രദേശത്തുമില്ല, ഈ പഞ്ചായത്തിലുമില്ല, ഈ താലൂക്കിലുമില്ല, ഈ ജില്ലയിലുമില്ല. നല്ല റോഡാ, ഇതറവേ നല്ല റോഡാ. അതിനെ മേളിൽ ഇറങ്ങി ഞാൻ പോണം, അതിന് വേണമുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒത്തൊരുമയില്ലെന്നാണ് പറയുന്നത്. ഇല്ലാത്തല്ലേ, ഒത്തൊരുമയില്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിലേ. ഇതിനു മുമ്പ് 35 വർഷം കൊണ്ട് ഒരുത്തമാർ പറഞ്ഞാൽ പാലം ഉണ്ടാക്കാന്ന്. പിന്നെ ഇപ്പോൾ ഉണ്ടായി ആ ബേസിക്കാരുടെ മണ്ണുണ്ട ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാനും നീയും പള്ളിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് കൊല്ലം വഴി പോകണമായിരുന്നു. തീർച്ചയായിട്ടും പോകണമായിരുന്നു. അന്ന് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ നിൽക്കണം. ജനങ്ങളെ നികുതി പണം കൊണ്ടാണ് അമ്മമാരോട് ഉണ്ടാക്കുന്ന മൊത്തവും അല്ല അമ്മമാരുടെ കുടുംബത്തൊന്നും ഉണ്ടാക്കുന്ന നല്ലതെന്ന്. എല്ലാം കൈയിട്ട് പാരികളാ, എന്ത് ചെയ്യാനാ? കള്ളന്മാര് ആദ്യം 28 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് 8 കോടിയായി, ഇപ്പോൾ ഇത് സ്റ്റേ ആയി എന്ന് പറയുന്നു. എന്താണ് സത്യാവസ്ഥയെന്ന് ആർക്കും അറിയില്ല. ഈ നാട്ടിലുള്ളവർ മുഴുവൻ വല്ലാതെ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങൾ മുഴുവൻ പ്രശ്നത്തിൻ്റെ മേളിൽ പ്രശ്നമാണ്. ഇതുവഴി ഓടുന്ന മുഴുവൻ ഈ യാത്രക്കാരും വാഹനങ്ങളും ഒക്കെ നടുവൊടിഞ്ഞും അല്ലാതെയും പിന്നെ വാഹനത്തിന് നടുവൊടിഞ്ഞും ഒക്കെ ഭയങ്കരമായ ദുരിതത്തിലും വേദനയിലുമാണ്. ഈ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംസ്ഥാന ഗവൺമെൻറ് മനസ്സിലാക്കണം, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം മനസ്സിലാക്കണം, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ചടയമംഗലം മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇത് ഇടപെടണം എന്ന് തന്നെയാണ് ആയൂറോ ന്യൂസിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രതിസന്ധിയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇതുവഴി വരുന്ന വാഹനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല, ഒരു കാറ് വിളിച്ചാൽ വരില്ല. ഇത് ഒരു വലിയ കഷ്ടമാണ്. ഒരു ആംബുലൻസിന് പോലും അത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ. ഓരോ ദിവസവും വാഹനങ്ങൾ ഇതുപോലെ കേടുപാടായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.